അപ്പോൾ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ടൈട്രേഷൻ്റെ സ്റ്റെപ്സ് എങ്ങനെയാണെന്നാണ് നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ ടൈട്രേഷനിൽ നിങ്ങൾക്ക് എന്തായിരിക്കും ഒരു ബേസിനെ ഒരു ആസിഡ് വെച്ചിട്ടായിരിക്കും ടൈട്രേറ്റ് ചെയ്യാനായിട്ട് ഉണ്ടാവുക. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ അറിഞ്ഞിരിക്കേണ്ടത് ബേസിൻ്റെയും ആസിഡുകളുടെയും നമുക്ക് തരാൻ സാധ്യതയുള്ള ആസിഡുകളുടെയും അതുപോലെ തന്നെ ബേസുകളുടെയും ഇക്വലന്റ് മാസ് ബൈ ഹാർട്ടായിട്ട് പഠിക്കണം. അപ്പോൾ സോഡിയം ഹൈഡ്രോക്സൈഡ് ആണെങ്കിൽ 40 ആണ്, KOH ആണെങ്കിൽ 56, HCl ആണെങ്കിൽ 36.5, H2SO4 ആണെങ്കിൽ 49, HNO3 ആണെങ്കിൽ 63. ഇത് നമ്മൾ ബൈ ഹാർട്ട് പഠിക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഒരു ആസിഡും ഏതെങ്കിലും ഒരു ബേസ് ആയിരിക്കും എക്സാമിൽ വെക്കാനായിട്ട് പോകുന്നത്. ഫോർ എക്സാമ്പിൾ സോഡിയം ഹൈഡ്രോക്സൈഡ് സ്റ്റാൻഡേർഡ് HCl വെച്ചിട്ടാണ് നമ്മൾ ടൈട്രേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്തൊക്കെ നോക്കണം, എന്തൊക്കെ പഠിക്കണം? സോഡിയം ഹൈഡ്രോക്സൈഡിൻ്റെ ഇക്വലന്റ് മാസ് നമുക്ക് അറിഞ്ഞിരിക്കണം, അതുപോലെ HClൻ്റെ ഇക്വലന്റ് മാസ് നമ്മൾ അറിഞ്ഞിരിക്കണം. ഇത് നമ്മൾ പ്രൊസീജിയർ പറയുന്ന പോലെ സ്റ്റെപ്സ് ഒക്കെ ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് കിട്ടും? ടൈട്രേഷൻ കഴിയുമ്പോൾ നമുക്ക് HClൻ്റെ ഒരു റീഡിംഗ് കിട്ടും. ഇപ്പോൾ സപ്പോസ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഒരു 19.6 ആണെന്ന് വിചാരിക്കാം. 19.6 നമുക്ക് റീഡിംഗ് കിട്ടി. ഇനി നമ്മൾ അതിൻ്റെ കാൽക്കുലേഷൻ ആണ് നോക്കാനായിട്ട് പോകുന്നത്. അതിൽ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാസ് പെർ ലിറ്റർ ഓഫ് HCl ആണ്. മാസ് പെർ ലിറ്റർ ഓഫ് HCl നമുക്ക് എങ്ങനെയായിരിക്കും? അത് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാവും. നമ്മുടെ എക്സ്റ്റേണൽ ആയിട്ട് വന്നിരിക്കുന്ന ടീച്ചർ നമുക്ക് തരും എത്രയാണ് മാസ് പെർ ലിറ്റർ എന്ന്. അപ്പോൾ ഇങ്ങനെ നമുക്ക് തന്നിട്ടുണ്ടാവും പ്രൊവൈഡഡ് വിത്ത് സ്റ്റാൻഡേർഡ് സൊല്യൂഷൻ ഓഫ് HCl കണ്ടെയ്നിങ് എത്രയാണ് 3.7 ഗ്രാം പെർ ലിറ്റർ എന്ന് തന്നിട്ടുണ്ടാവും. അതാണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യേണ്ടത്. മാസ് പെർ ലിറ്റർ ഓഫ് HCl എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നത് എത്രയാണോ അതാണ്. ഇനി ഇക്വലന്റ് മാസ് ഓഫ് HCl അത് നമ്മൾ എന്ത് ചെയ്യണം? വീട്ടിൽ നിന്ന് പഠിച്ചിട്ട് വരണം, ബൈ ഹാർട്ട് പഠിച്ചിട്ട് വരണം. നമുക്ക് തരില്ല, ഇതൊക്കെ നമ്മൾ തന്നെ എഴുതുന്ന സ്റ്റെപ്സ് ആണ്. അപ്പോൾ ഇക്വലന്റ് മാസ് ഓഫ് HCl എത്രയാണ്? 36.5 ആണ്. ഇപ്പോൾ നമുക്ക് ഏതാണ് ചിലപ്പോൾ HCl തന്നെ തരണമെന്നില്ല. H2SO4 ആണെങ്കിൽ നമ്മൾ ഇക്വലന്റ് മാസ് എത്ര എടുക്കണം? 49 എടുക്കണം. HNO3 ആണെങ്കിൽ എത്ര എടുക്കണം? 63 എടുക്കണം. അപ്പോൾ നമുക്ക് HCl തന്നിട്ടുണ്ട്, നമ്മൾ എന്തെടുക്കണം? 36.5 എടുക്കണം. ഇനി അടുത്ത സ്റ്റെപ്പാണ് നോർമാലിറ്റി ഓഫ് HCl. നോർമാലിറ്റി കിട്ടാനായിട്ട് എന്ത് ചെയ്യണം? ഈ മാസ് പെർ ലിറ്ററിനെ ഇക്വലന്റ് മാസായിട്ട് ഡിവൈഡ് ചെയ്യണം. ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നിട്ടുള്ള വാല്യൂനെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ബൈ ഹാർട്ട് പഠിച്ചിരിക്കുന്ന വാല്യൂ വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? നോർമാലിറ്റി കിട്ടും. ഇനി അടുത്തായിട്ട് നമ്മൾ പഠിക്കേണ്ട ഒരു ഇക്വേഷൻ ആണ് ഈ ഒരു ഇക്വേഷൻ. എന്താണ്? NNOH × VNOH. NV NV ആണ്, രണ്ട് സൈഡിലും NV NV. ലെഫ്റ്റ് സൈഡിൽ ബേസിൻ്റെ NV, റൈറ്റ് സൈഡിൽ എന്താണ്? ആസിഡിൻ്റെ NV. അപ്പോൾ NNOH × VNOH = NHCl × VHCl. നമുക്ക് ഇതിന് കിട്ടേണ്ടത് എന്താണ്? NNOH ആണ്. ബേസിൻ്റെ നോർമാലിറ്റിയാണ് നമ്മൾ കണ്ടുപിടിക്കാനായിട്ട് പോകുന്നത്. ബേസിൻ്റെ നോർമാലിറ്റി കണ്ടുപിടിക്കണം. അപ്പോൾ എന്ത് ചെയ്യണം? ഈ ഇക്വേഷനിൽ NNOH ഒറ്റയ്ക്കാക്കണം. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? VNOH അപ്പുറത്തെ സൈഡിൽ എടുക്കണം, റൈറ്റ് സൈഡിൽ എടുക്കണം. ഇപ്പുറത്ത് മൾട്ടിപ്ലിക്കേഷൻ ആയിട്ട് എടുക്കണം ആൾ ഇക്വേഷൻ്റെ അപ്പുറത്തെ സൈഡിൽ പോകുമ്പോൾ എന്തായിട്ട് മാറും? ഡിവിഷൻ ആയിട്ട് മാറും. അപ്പോൾ ഇക്വേഷൻ എങ്ങനെ മാറും? NHCl × VHCl ഡിവൈഡഡ് ബൈ VNOH ആവും അല്ലേ? NNOH ഒറ്റയ്ക്കാക്കാൻ ഇതിന് പുറത്തേക്ക് എടുക്കണം. അപ്പോൾ എന്താവും? VNOH ആവും. അപ്പോൾ നമുക്ക് ഓരോ നോക്കാം. NHCl നമുക്ക് എവിടെ കിട്ടും? നമ്മൾ മൂന്നാമത്തെ സ്റ്റെപ്പിൽ കണ്ടുപിടിച്ചിട്ടുണ്ട് നോർമാലിറ്റി ഓഫ് ആസിഡ് അല്ലേ? അപ്പോൾ എത്ര കിട്ടും? അത് നമുക്ക് എന്താണ് കാൽക്കുലേറ്റ് ചെയ്ത് കിട്ടിയത് അത് എഴുതാം. അതെപ്പോഴും ഒരു 0.1 സംതിങ് അങ്ങനത്തെ ഒരു വാല്യൂ ആയിരിക്കും വരാനായിട്ട് പോകുന്നത്. ഇനി VHCl എന്താണ്? ഈ VHCl എന്ന് പറഞ്ഞാൽ നമുക്ക് ടൈട്രേഷൻ ചെയ്തപ്പോൾ കിട്ടിയ വാല്യൂ അതാണ് എന്ത്? VHCl എത്ര വോളിയം ഓഫ് ആസിഡ് നമ്മൾ യൂസ് ചെയ്തു? നമുക്ക് ഇവിടെ എത്രയാണ്? 19.6 ആണ്. ഇനി അടുത്തത് VNOH എന്താണ്? ബേസിൻ്റെ വോളിയാണ്. ബേസിൻ്റെ വോളിയം എപ്പോഴും എത്രയായിരിക്കും? നമ്മൾ പിപ്പറ്റ് ചെയ്തെടുക്കുന്നത് 20 ml ആയിരിക്കും. അപ്പോൾ ബേസിൻ്റെ വോളിയം എപ്പോഴും എത്രയാണ്? 20 ആണ്. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? നോർമാലിറ്റി ഓഫ് NOH കിട്ടും. നോർമാലിറ്റി ഓഫ് NOH കിട്ടിക്കഴിഞ്ഞാലുള്ള അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാസ് പെർ ലിറ്റർ ഓഫ് NOH കണ്ടുപിടിക്കാനാണ്. മാസ് പെർ ലിറ്റർ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? നോർമാലിറ്റിനെ ഇക്വലന്റ് മാസ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. നോർമാലിറ്റി നമുക്ക് ഈ സ്റ്റെപ്പിൽ കിട്ടിയ നോർമാലിറ്റി നമ്മൾ എന്ത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം? ഇക്വലന്റ് മാസ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ഇക്വലന്റ് മാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ബൈ ഹാർട്ട് പഠിച്ചിട്ട് വരണം. ഇക്വലന്റ് മാസ് ബൈ ഹാർട്ട് പഠിച്ചിട്ട് വരണം. അപ്പോൾ നമുക്ക് NOH ആണ് തന്നിട്ടുണ്ടെങ്കിൽ ഇക്വലന്റ് മാസ് എത്രയായിരിക്കും? 40 ആയിരിക്കും. അപ്പോൾ നമുക്ക് സപ്പോസ് KOH ആണ് തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇക്വലന്റ് മാസ് എന്തെടുക്കണം? 56 എടുക്കണം. ഇപ്പോൾ NOH കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ 40 ആണ് ഇക്വലന്റ് മാസ്. മാസ് പെർ ലിറ്റർ കിട്ടാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? എന്താണ്? നോർമാലിറ്റി × ഇക്വലന്റ് മാസ് ആണ്. നോർമാലിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് കിട്ടിയ വാല്യൂ × ഇക്വലന്റ് മാസ് ബൈ ഹാർട്ട് പഠിച്ചു വന്നാൽ 40. അങ്ങനെ നമുക്ക് ആൻസർ കിട്ടും. ഈ ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാസ് ഓഫ് NOH ഇൻ ദ ഹോൾ ഓഫ് ദി ഗിവൺ സൊല്യൂഷൻ. അത് കിട്ടാനായിട്ട് എന്ത് ചെയ്യുക? നമുക്ക് കിട്ടിയ ഈ മാസ് പെർ ലിറ്ററിനെ ഡിവൈഡഡ് ബൈ 10 ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫൈനൽ ആൻസർ ആയി. ഇതാണ് എസ്റ്റിമേഷൻ്റെ സ്റ്റെപ്സ്.